ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ജൂജുവിന് 40 അതായത് 39 ബോയ്സിൻ്റെ 40 യെസ്. അപ്പോൾ 40 അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞാൻ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ കേട്ടോ 40. അപ്പോൾ നമ്മൾ ബിഗ് ബി ആണ് ചൂസ് ചെയ്തത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. എന്തായാലും ഓർഗാനിക്കൊന്നും ഇടാൻ പറ്റില്ല, കാരണം കുറേ ടൈം കയ്യിൽ വെച്ച് നിൽക്കാൻ പറ്റില്ല ബേബി ഉള്ളതുകൊണ്ട്. പിന്നെ ഇവിടെ നിന്ന് തന്നെ അവർ 40 കുളിയൊക്കെ ഇവിടെ നിന്ന് തന്നെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ താഴെ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ അവർ തന്നെ നമുക്ക് 40 കുളിയൊക്കെ കുളിപ്പിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ളോഗായിരിക്കും. അപ്പം നേരെ നമുക്ക് വീഡിയോ. അപ്പോൾ എനിക്ക് മൈലാഞ്ചി ഇട്ട് തരുന്നുള്ളത് നിഷത്താണ് കേട്ടോ, നിഷത്താനൊക്കെ എല്ലാവർക്കും അറിയാം. ഞങ്ങളെ ടീച്ചറല്ലേ കമന്റില് വരലുണ്ട്. ജൂജു ഇതാ അമ്മച്ചി ഉറക്കി കിടക്കാണ്. അപ്പൊ ഒരു 10 മിനിറ്റ് ജൂജു ഇറങ്ങിയാൽ എന്റെ മൈലാഞ്ചി ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ. ഇതെന്ത് കല്യാണാണ്. എന്റെ കുളി ഓൾറെഡി രാവിലെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ജൂജുവിനും ഇവിടെ വന്ന് കുളിപ്പിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് റെഡി ആവാനാണ് കേട്ടോ ഉള്ളത്. നമ്മൾ മാക്സിമം സിമ്പിളായിട്ടാണ് 40 പരിപാടി കഴിപ്പിക്കുന്നില്ല. എന്താണെന്ന് പറയാ, അതെ അതന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുങ്ങുന്നു. പിന്നെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ സ്റ്റാഫ്സിനും അതുപോലെ എല്ലാ റൂംമേറ്റ്സിനും കാര്യങ്ങൾ കൊണ്ടുകൊടുക്കുക. പിന്നെ ചെറുതായിട്ടൊരു ഫുഡ് പാർട്ടി അങ്ങനെയായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെന്താ അയ്യോ അപ്പം അതൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പേർക്കുള്ള പാർട്ടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ സുന്നത്ത് കല്യാണം അതേപോലെ 40 പരിപാടിക്കൊക്കെ നമ്മളവിടെ താഴെ തന്നെ ലല്ലബിയിൽ തന്നെ ഒരു പാർട്ടി ഹാൾ ഉണ്ട് കേട്ടോ. 100 പേര് വരെ ഉള്ള ഒരു പാർട്ടിയൊക്കെ നടത്തണമെങ്കിൽ പാർട്ടി ഉണ്ടായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് വ്ളോഗിൽ. അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അങ്ങനെ നടത്തുന്നവർക്ക് അങ്ങനെ നടക്കുകയാണ് നമ്മളെ സംഭവങ്ങൾ. ഇത് എൻ്റെ ഡ്രസ്സ് ഒരു അനാർക്കലി സ്യൂട്ടാണ് കേട്ടോ, ഒരു കോട്ടൻ്റെ അനാർക്കലി സ്യൂട്ടാണ്. ബേബി ഉള്ളതുകൊണ്ട് വർക്കൊന്നും ഇല്ലാത്ത ഞാൻ സിമ്പിളാക്കി എടുത്താണ്. പിന്നെ മുല്ലപ്പൂ അജു രാവിലെ പോയി വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവന് ഇട്ടെടുക്കുന്നത് ഒരു ഇതാണ് ജം സ്യൂട്ട്സ് ആണ്. ഓക്കെ. പിന്നെ അതിക്കൊരു കുഞ്ഞ് ഷൂസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു കുഞ്ഞ് ഓർണമെന്റ്സ് ഉണ്ട്. എന്തൊക്കെ ചെയ്യണം. വെള്ളോട് കുപ്പാച്ചി ക്യാമറ ഇങ്ങനെ നോക്കണേ. ആൺകുട്ടിയല്ലേ വെള്ളിം വന്ന് തുടങ്ങട്ടെ. വെരി ഗുഡ്. എന്റെ ജൂജു അത് പെട്ടി കൊടുത്തു. മതി മതി മതി. അവിടെ ഹണി സിംഗിന്റെ ഇങ്ങോട്ട് നോക്കൂ ക്യാമറ. ഹലോ ജൂജു അച്ഛനെ മാച്ച് ആയതോ ഇത് എന്ത് മാച്ചില്ലേ? ബ്രൗണിലൊരു മാച്ച് വീഡിയോയിലുള്ള മാച്ച്. നമ്മളെല്ലാരും ഫുഡ് കഴിക്കാൻ അപ്പോൾ നമ്മളെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് സ്വീറ്റ്സ് കൊടുക്കലാണ് കേട്ടോ. നമ്മൾ എല്ലാ റൂംസിലും പോയിട്ട്
സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളെല്ലാ സ്റ്റാഫ്സിനും 23 സ്റ്റാഫ്സ് ഉണ്ട് കേട്ടോ അവിടെ. അവർക്കൊക്കെ ഉള്ള സ്വീറ്റ്സ് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നമ്മുടെ വ്ളോഗിൻ്റെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലല്ലബയിൽ വരുന്ന പാർട്ടി ഹാള്. ഇത് AC ഉള്ള ഹാളാണ്. നിങ്ങൾക്ക് 40-ൻ്റെയും അതുപോലെ മുടി കളച്ചിലൊക്കെ വലിയ പരിപാടിക്കാക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ 100 പേര് വരെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിക്കൊക്കെ പറ്റുന്ന ഒരു ഹാളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം ഞാൻ എൻ്റെ 20-നാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. 21-ാമത്തെ ദിവസം മുതലുള്ള ട്രീറ്റ്മെൻറ്റ്. ഇപ്പം ഞാൻ 40-ആണ്. എന്താ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. എന്തായാലും ഇപ്പം തന്നെ ഞാൻ പോകുന്നില്ല. എന്നാലും പെട്ടെന്ന് ദിവസങ്ങളൊക്കെ പോയ പോലെ. കാരണം ഇവിടുത്തെ സർവീസ് ആണെന്നുണ്ടെങ്കിലും അത്ര ഇഷ്ടമായിട്ടോ. എല്ലാ സ്റ്റാഫിൻ്റെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് മാത്രമല്ല ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ ഫുഡിൻ്റെ ആളായിക്കോട്ടെ അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫ് ആയിക്കോട്ടെ എല്ലാം അതൊക്കെ അവരുടെ സർവീസും അടിപൊളിയാണ്. ഈ പറയുന്ന സ്റ്റാഫ്സിന്റെ ബിഹേവിയറും എല്ലാം എനിക്കൊന്നും വാക്കുകളില്ല പറയാൻ. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലോങ് നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്. എന്താ പറയാ, കണ്ണൂരുണ്ട്, കാലിക്കറ്റ് ഉണ്ട്. കാരണം ഞാൻ ട്രീറ്റ്മെന്റിന്റെ ടൈമില് കുറെ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ളവരുണ്ട്, ഒരുപാട് പേരുണ്ട്. പിന്നെ അതുപോലെ കണ്ണൂര്, ഇതേപോലെ കാസർഗോഡ് ഒക്കെ ഉള്ള കുറെ ടീംസ് സ്കൂളിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ള ലഞ്ച് ഒരു സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. എല്ലാരും ഉമ്മമാര് പറയാറുണ്ട് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം രാവിലെ ഈ പറഞ്ഞ പോലെ ഫുഡൊക്കെ അവർക്ക് 7:30 ആകുമ്പോഴത്തേനും ചിലപ്പോൾ 6 മണി 6:30 സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ രാവിലെ അവർക്കുള്ള ടിഫിനും ഫുഡും കഴിക്കാനുള്ളതും കൊണ്ടുപോകാനുള്ള ലഞ്ച് എല്ലാം ഞങ്ങൾ ആക്കി കൊടുക്കും. നമ്മള് ബൈസ്റ്റാൻഡേഴ്സ് എന്തായാലും മദറിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഇവിടെ നിൽക്കാവും. അപ്പൊ അവർക്കുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ലേഡീസിനുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ഉള്ളത്. നേരിട്ട് പറയാം. കാരണം പപ്പക്കും പശുദ്ധി വീട്ടിൽ എനിക്കും ട്രീറ്റ്മെന്റ് പറഞ്ഞത്. അപ്പൊ ലേഡീസിനാണ് ഇവിടെ ട്രീറ്റ്മെന്റ്. ഇവിടെ ഇതുപോലെ ഒരു ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് മോള് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഇതുപോലെ ഗർഭപാത്രത്തിൽ നീരും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്താണ്. മീൻസ് അവർക്ക് ഇങ്ങനെ കിടക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് എടുത്ത് നോക്കാന്ന് പറഞ്ഞു. ഒരു 3 ദിവസം അവർ ട്രീറ്റ്മെന്റ് എടുത്തു. അപ്പോൾ 2 ദിവസമായപ്പോൾ തന്നെ അവർ പറഞ്ഞു സുഖമായി ഉറങ്ങാൻ പറ്റി. കാരണം നല്ല അവരിപ്പോൾ ചോദിച്ചു നമുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ചെയ്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചു. നമ്മളുണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നൊക്കെ നിങ്ങളൊരു വിശ്വാസം പോലെയാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്തപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ എന്നോട് തന്നെ പറഞ്ഞു എനിക്ക് സുഖമായി ഉറങ്ങാൻ പറ്റി, നല്ല മാറ്റമുണ്ട്. അങ്ങനെ പിന്നെ അത് ഓരോ റൂമുകാരും അറിഞ്ഞു. ഇപ്പൊ 18 ഫ്ലാറ്റിലത്തെ ഉമ്മമാരും ട്രീറ്റ്മെന്റിന് വരുന്നുണ്ട്. അവർ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ എന്നോട് ചോദിക്കലുണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണോ. പിന്നെ പോകുമ്പോ അവർ ഹസ്ബൻഡിനെ ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ റേറ്റിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. ക്വാളിറ്റി ഇവരുടെ എല്ലാ സർവീസിലും ഉണ്ട് കേട്ടോ. അത് നമ്മള് പറയുന്നതിലേറെ നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ് കറക്റ്റ് അത് മനസ്സിലാവുക. അപ്പോ ഇന്നത്തെ നമ്മുടെ 40-ന്റെ പരിപാടി ചെറിയ പരിപാടിയായിട്ട് ഒക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇനിയും കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ട് വരും അല്ലേ. ഇനിയും വരുന്നതായിരിക്കും. ടൈം കിട്ടുന്ന പോലൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. ബേബി നമ്മൾ വിചാരിച്ച പോലൊന്നല്ല, വിചാരിച്ച പോലൊന്നും നടക്കണില്ല. വീഡിയോ എടുക്കുന്നതാണ് ഇപ്പൊ കുറെ അല്ലേ, ചെറിയ വീഡിയോസ് ഒക്കെ എടുക്കാനും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട്. പിന്നെ എനിക്കും തന്നെ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് ഞാനപ്പം എഡിറ്റ് ചെയ്യാനും മടി കാണിച്ചിട്ടാണ് പല ആർക്ക് എനിക്ക് രണ്ടാക്കില്ല. ഇവിടെ സുഖമായിട്ട് ഉറങ്ങും രാത്രി. അപ്പൊ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാ മദേഴ്സും ഇതൊക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് വരുന്നല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. അതൊരു ബൈ.